Hello dear students, welcome back to ISKSA English. Dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടെൻസുകളായിരുന്നു. നമ്മൾ സിമ്പിൾ പ്രസന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, നമുക്ക് നമ്മളെ ക്ലാസ്സിലേക്ക് പോവാം. എന്തെല്ലാമാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഉപയോഗങ്ങൾ നോക്കൂ. ദ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING. അപ്പൊ സബ്ജക്റ്റ് വേണം. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ്, സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ ആറ്, സബ്ജക്റ്റ് ഐ എന്നാണെങ്കിൽ ആം. അതിനുശേഷം വെർബിന്റെ ഒന്നാമത്തെ രൂപം, അതിൻ്റെ കൂടെ ING ഫോം. നമ്മൾ ഈ വെർബിന്റെ ഒന്നാമത്തെ രൂപം പ്ലസ് ING രൂപം, ഇതിനെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നാണ് വിളിക്കുക കേട്ടോ. പ്രസന്റ് പാർട്ടിസിപ്പിൾ. നോക്കാം, ഇതിന്റെ ഫോർമാറ്റ് നമ്മൾ പറഞ്ഞു. ഇനി ഇതിന്റെ യൂസസ് ആണ്. യൂസസ് ഓഫ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, ഉപയോഗങ്ങൾ. ഒന്ന്, ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് ഈസ് പ്രോഗ്രസിങ് അറ്റ് ദിസ് മൊമെന്റ്. അതായത് ഈ സമയത്ത്, മീൻസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന, പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ പുരോഗതിപ്പെട്ടുകൊണ്ടിരിക്കാം, തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. എക്സാമ്പിൾ, ആൻസി ഈസ് റീഡിങ് എ നോവൽ. അതായത് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് ആൻസി നോവല് വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ അനദർ എക്സാമ്പിൾ, ആൻസി ഈസ് സ്ലീപ്പിംഗ് നൗ. ആൻസി ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന സമയത്ത് ആ പ്രോസസ്സ് അവിടെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതായത് ആൻസിയുടെ ഉറക്കം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ആൻസിയുടെ, ആദ്യത്തെ എക്സാമ്പിൾ ആണെങ്കിൽ ആൻസിയുടെ നോവൽ വായന, റീഡിങ് ദ നോവൽ, അവിടെ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടാവും. ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ, രണ്ടാമത്തെ യൂസ്, ഉപയോഗം, ടു ഡിനോട്ട് എ ഡെഫിനിറ്റ് ഫ്യൂച്ചർ ആക്ഷൻ. അതായത് ഡെഫിനിറ്റ് ആയിട്ടുള്ള, നമുക്ക് ഉറപ്പുള്ള ഒരു ഫ്യൂച്ചർ ആക്ഷൻ. എക്സാമ്പിൾ, ആൻസി ഈസ് കമ്മിങ് ഹോം ടുമാറോ. ആൻസി നാളെ വീട്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഉറപ്പാണ്, ഡെഫിനിറ്റ് ആണ്, തീർച്ചയാണ്, ഡെഫിനിറ്റ് ഫ്യൂച്ചർ ആക്ഷൻ. മറ്റൊരു എക്സാമ്പിൾ, ആനീസ് ബ്രദേഴ്സ് ആർ ലീവിംഗ് ഫോർ USA നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം ആനിയുടെ ബ്രദേഴ്സ് US പോകുന്നു. ഇത് നമുക്ക് തീർച്ചയുള്ള കാര്യമാണ്, ഡെഫിനിറ്റ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഡെഫിനിറ്റ് ഫ്യൂച്ചർ ആക്ഷൻ. ആദ്യത്തെ എക്സാമ്പിൾ നാളത്തെ കാര്യം, രണ്ടാമത്തെ എക്സാമ്പിൾ അടുത്ത മാസത്തെ കാര്യം. ഇത് രണ്ടും പ്രസന്റ് കണ്ടിന്യൂസിൽ പറഞ്ഞു. ദെൻ വൈ? ഇത് രണ്ടും എന്താണ്? ഡെഫിനിറ്റ് ഫ്യൂച്ചർ ആണ്. മൂന്നാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് ടു ഡിനോട്ട് ആൻ ആക്ഷൻ ഹാപ്പനിങ് അബൌട്ട് ദിസ് ടൈം ബട്ട് നെസസറിലി അറ്റ് ദി മൊമെന്റ് ഓഫ് സ്പീക്കിംഗ്. അടുത്തത് പറയുന്നത് ഈ സമയത്ത് നടക്കുന്നുണ്ട്, ഈ സമയത്ത് നടക്കുന്നുണ്ട്, ഈ സമയത്ത് ഇപ്പോൾ, പക്ഷെ പറയുന്ന സമയത്ത് നടക്കുന്നുണ്ടാവില്ല. ഈ സമയത്തുണ്ട് പക്ഷെ പറയുന്ന സമയത്തില്ല. എക്സാമ്പിൾ, ആനി ഈസ് പ്രിപ്പയറിംഗ് എ സ്പീച്ച് ഫോർ എ കോൺഫറൻസ്. ഒരു കോൺഫറൻസിന് വേണ്ടിയുള്ള സ്പീച്ച് ആനി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ പറയുന്ന സമയത്ത് ചിലപ്പോൾ അവൾ TV ആണായിരിക്കും. പക്ഷേ അവൾ കുറച്ച് മുൻപ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അവളുടെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ കുറച്ച് കഴിഞ്ഞാലും എന്ത് ചെയ്യും, അവൾ അതിന് ബാക്കി ചെയ്യും.
അപ്പൊ ആൻ ഇപ്പോ ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ പറയുന്ന സമയത്ത് ചെയ്യുന്നത് കാണണമെന്നില്ല, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ആൻസി ഈസ് ടീച്ചിങ് കൊമേഴ്സ്. ആൻസി കൊമേഴ്സ് പഠിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ഈ പറയുന്ന സമയത്ത് അവൾ ക്ലാസ് കഴിഞ്ഞു വന്നിട്ടുണ്ടാവും. പറയുന്ന സമയത്ത് അവൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല, പക്ഷെ അവൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? കൊമേഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത എക്സാമ്പിൾ, ടു സജസ്റ്റ് ദാറ്റ് സിറ്റുവേഷൻസ് ഓർ ആക്ഷൻസ് ആർ ടെമ്പററി. താൽക്കാലികമായിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആക്ഷൻസ്, താൽക്കാലികം, തൽക്കാലം എന്ന് പറയില്ലേ. എക്സാമ്പിൾ, ആൻസി മൈ ഫ്രണ്ട്, ആൻസി മൈ ഫ്രണ്ട് ഈസ് സ്റ്റേയിങ് വിത്ത് മീ ദിസ് വീക്ക്. ആൻസി മൈ ഫ്രണ്ട്, എൻ്റെ സുഹൃത്തായിട്ടുള്ള ആൻസി ഈസ് സ്റ്റേയിങ് വിത്ത് മീ ദിസ് വീക്ക്. ഈ ആഴ്ച അവൾ എൻ്റെ കൂടെ നിൽക്കുന്നു. ടെമ്പററി ആണ്, ഈ ആഴ്ച തൽക്കാലമാണ്. അപ്പൊ ഈ ആഴ്ച ആൻസി എൻ്റെ കൂടെ നിൽക്കുന്നു. ആൻസി ഈസ് റിപ്പയറിംഗ് ഹർ അംബ്രല്ല. ആൻസി അവളുടെ അംബ്രല്ല റിപ്പയർ ചെയ്യുന്നു. ആൻസി അവളുടെ അംബ്രല്ല റിപ്പയർ ചെയ്യുന്നു. അടുത്ത സിറ്റുവേഷൻ, അടുത്ത യൂസ് എന്ന് പറയുന്നത് ടു ഇൻഡിക്കേറ്റ് എ ഡെവലപ്പിംഗ് ഓർ സ്ലോലി ചേഞ്ചിങ് സിറ്റുവേഷൻ. പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, പതുക്കെ ചേഞ്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. എക്സാമ്പിൾ, മൈ സൺ ഈസ് ഗെറ്റിംഗ് ടോളർ എവറി ഡേ. എല്ലാ ദിവസവും എൻ്റെ മകൻ ടോളർ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ച് ഡെയിലി അവനെ ടാപ്പ് എടുത്ത് അളന്നു കഴിഞ്ഞാൽ മാറ്റം കാണുന്നില്ല. അതായത് ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നതാണ്, പക്ഷേ സ്ലോലി. അപ്പൊ നമ്മൾ എന്നും നോക്കുമ്പോൾ നമുക്കത് വിസിബിൾ ആവണം, ബോധ്യമാവണമെന്നില്ല, അങ്ങനത്തെ കാര്യങ്ങൾ. അടുത്ത എക്സാമ്പിൾ, ദ വെദർ ഇൻ മൈ വില്ലേജ് ഈസ് ഗെറ്റിംഗ് കോൾഡർ ഡേ ബൈ ഡേ. ഓരോ ദിവസവും എൻ്റെ ഗ്രാമത്തിലെ കാലാവസ്ഥ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഈസ് ഗെറ്റിംഗ് കോൾഡർ ഉണ്ടോ? ദ വെദർ ഇൻ മൈ വില്ലേജ് ഈസ് ഗെറ്റിംഗ് കോൾഡർ. അതായത് തണുപ്പ് ഇങ്ങനെ എന്ത് ചെയ്യാണ്? കൂടിക്കൂടി വരുന്നു. ഡേ ബൈ ഡേ, അനുദിനം, ഓരോ ദിവസം തോറും. അടുത്ത ഉപയോഗം, ടു റെഫർ ടു റിപ്പീറ്റഡ് ആക്ഷൻസ് ഓർ ഇവന്റ്സ് ഹാപ്പനിങ് അറൌണ്ട് ദ മൊമെന്റ് ഓഫ് സ്പീക്കിംഗ്. റിപ്പീറ്റഡ് ആക്ഷൻസ് അല്ലെങ്കിൽ പറയുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവന്റ്സ് ഹാപ്പനിങ് അറൌണ്ട് ദ മൊമെന്റ് ഓഫ് സ്പീക്കിംഗ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ, ഒന്ന് റിപ്പീറ്റഡ്, മറ്റൊന്ന് പറയുന്ന സമയത്ത്. എക്സാമ്പിള്, ആൻസി ഈസ് റീഡിങ് എ ലോട്ട് ഓഫ് മാഗസീൻസ് ദീസ് ഡേയ്സ്. ഈ ദിവസങ്ങളിൽ ആൻസി ഒരുപാട് മാഗസിൻസ് വായിച്ചുകൊണ്ടിരിക്കുന്നു. അത് റിപ്പീറ്റഡ് ആണ്, അതായത് ഒന്നിനു പിറകെ ഒന്നായിട്ട് വായിച്ചുകൊണ്ടിരിക്കുക, റിപ്പീറ്റഡ്. അടുത്തത്, വൈ ഈസ് ഷീ ബീറ്റിംഗ് ഹർ ചൈൽഡ്. എന്തുകൊണ്ട് അവൾ അവളുടെ കുട്ടിയെ അടിക്കുന്നു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുന്ന സമയത്താണ്, അതായത് ആ പ്രവൃത്തി പറയുന്നതും ചെയ്യുന്നതും ഒരു സമയത്താണ്. കുട്ടിയെ അടിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യണത്? എന്തുകൊണ്ട് അവൾ കുട്ടിയെ അടിക്കുന്നു എന്ന് ചോദിക്കുന്നത്. ഇനി യൂസ്ഡ് വിത്ത് ഓൾവേസ്, കോൺസ്റ്റന്റ്ലി, കണ്ടിന്യൂസ്ലി, ഫോർ എവർ, പെർപെച്വലി. അപ്പൊ ഏതൊക്കെയാ പറഞ്ഞത്? യൂസ്ഡ് വിത്ത് ഓൾവേസ്, കോൺസ്റ്റന്റ്ലി, കണ്ടിന്യൂസ്ലി, ഫോർ എവർ, പെർപെച്വലി. ഈ പറഞ്ഞ വേർഡ്സ് ടു ഇൻഡിക്കേറ്റ് ഫ്രീക്വന്റ് റിപ്പീറ്റേഷൻസ്, അതായത് തുടർച്ചയെ, റിപ്പീറ്റേഷനെ കാണിക്കുന്ന പദങ്ങളാണിത്. എക്സാമ്പിൾ, ആൻസി ഈസ് കണ്ടിന്യൂസ്ലി കംപ്ലൈനിങ്
എബൌട്ട് ഹെർ ജോബ് സ്റ്റാറ്റസ്. ആൻസി അവളുടെ ജോബ് സ്റ്റാറ്റസിനെ കുറിച്ച് തുടർച്ചയായിട്ട് കോൺസ്റ്റന്റ്ലി തുടർച്ചയായിട്ട് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദ ഹൗസ് ഓണർ ഈസ് ഓൾവേസ്, റിപ്പീറ്റേഷനെ കാണിക്കുന്ന അടുത്ത വേർഡാണ് ഇത്, ഓൾവേസ് ഡിമാൻഡിങ് മോർ റെന്റ്. ഹൗസ് ഓണർ എല്ലായ്പ്പോഴും റെന്റ് കൂട്ടി ചോദിക്കുകയാണ്. അടുത്ത എക്സാമ്പിൾ, to indicate an action which began before a particular point of time and probably continues after it. അതായത് ഒരു പ്രവൃത്തി അതൊരു നിശ്ചിത സമയത്തിന് മുൻപ് തുടങ്ങി അത് അതിനുശേഷം തുടർന്നുകൊണ്ടിരിക്കുന്നു. എക്സാമ്പിൾ, at 7 I am watching news. at 7 I am watching news. 7 മണിക്ക് ഞാൻ ന്യൂസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് തുടങ്ങിയത് എപ്പോഴാണ്? ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം, അല്ലെ, ബിഫോർ എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. 7 മണിക്ക് മുൻപ് തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ആ സമയത്തിന് ശേഷം അത് തുടരുന്നു. at 9 they are playing cards. 9 മണിക്ക് അവര് കാർഡ് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ 9 മണിക്ക് മുൻപ് തുടങ്ങിയിട്ടുണ്ട്. 9 മണി കഴിഞ്ഞാലും കളി തുടർന്നുകൊണ്ടിരിക്കും, അല്ലേ? ഇനി വേർഡ്സ് such as always, continuously and similar words can be used with progressive forms to mean very often. അതായത് മിക്ക സമയത്തും എല്ലായ്പ്പോഴും എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടി ഓൾവേസ്, കണ്ടിന്യൂസ്ലി ഇതുപോലുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ഹി ഈസ് ഓൾവേസ് ലൂസിങ് ഹിസ് ടെമ്പർ. അവന് പലപ്പോഴും അല്ലെങ്കിൽ എല്ലാ സമയവും എല്ലായ്പ്പോഴും അവന് അവന്റെ ടെമ്പർ, അവന്റെ മാനസിക നിയന്ത്രണം നഷ്ടപ്പെടുന്നു. ഹി ഈസ് ഓൾവേസ് ഗെറ്റിംഗ് ഫോൺ കോൾസ്. എല്ലാ സമയവും അവന് ഫോൺ കോൾസ് വരുന്നു. ഇനി മറ്റൊരു കാര്യമാണ് എന്ത്? നോൺ കോൺക്ലൂസീവ് വേർബ്സ്. നോൺ കോൺക്ലൂസീവ് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസില് ഉപയോഗിക്കാത്ത വെർബുകൾ. നമുക്കറിയാം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസില് ING രൂപത്തിൽ ഉപയോഗിക്കുന്ന വെർബുകളാണ് ഉപയോഗിക്കുന്നത്. ING രൂപത്തിൽ ഉപയോഗിക്കുന്ന വെർബുകൾ എന്ന് പറയുമ്പോൾ ആക്ഷനെ സൂചിപ്പിക്കുന്നതാണ്. ആക്ഷന്. എന്നാൽ ആക്ഷനെ സൂചിപ്പിക്കാത്ത മാനസിക അവസ്ഥയെയോ അല്ലെങ്കിൽ ചില സിറ്റുവേഷനെയോ സൂചിപ്പിക്കുന്ന വെർബുകൾ ഉണ്ടായിരിക്കും. ഇവയെ നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കൂല. ഏതുപോലെ ലവ്, സ്നേഹം, ലൈക്ക്, ഇഷ്ടം, ഇതുപോലുള്ള വെർബുകൾ. ഇവയാണ് നമ്മൾ നോൺ കോൺക്ലൂസീവ് വേർബ്സ് എന്ന് പറയുന്നത്. നോക്കൂ, ദീസ് ആർ സർട്ടൻ വേർബ്സ് which are not used in the continuous tenses. ഏതൊക്കെയാ? പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. They are usually used in the simple tenses. അതായത് സിമ്പിൾ പ്രസന്റ്. എന്തുകൊണ്ട്? As these verbs describe actions which cannot be started or stopped at our will. അതായത് നമ്മുടെ ഇഷ്ടത്തിന് തുടങ്ങാനോ നമ്മുടെ ഇഷ്ടത്തിന് അവസാനിപ്പിക്കാനോ കഴിയാത്ത പ്രവർത്തികളെ സൂചിപ്പിക്കുന്നതായിരിക്കും. അതായത് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈക്ക്, ഇഷ്ടം എന്ന് പറയുന്നത് നമ്മളുടെ ഇഷ്ടത്തിന് നമുക്കതിന് തുടങ്ങാൻ പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഇഷ്ടത്തിന് അത് അവസാനിപ്പിക്കാനും പറ്റില്ല. അതുപോലെ തന്നെ ചിന്ത നമ്മുടെ ഇഷ്ടത്തിനല്ല ചിന്തകൾ വരിക, നമുക്ക് തോന്നുന്ന സമയത്ത് അത് നിർത്തലും സാധ്യമല്ല. ഇത്തരത്തിലുള്ള ആക്ഷൻസ്, അവയെ സൂചിപ്പിക്കുന്ന വെർബുകൾ, അവ സാധാരണ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. ഐ ലൈക്ക് ഐസ്ക്രീം, ഇവ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കാറില്ല. അവയുടെ കാറ്റഗറി ഏതൊക്കെയാണെന്ന് നോക്കാം. 5 വിഭാഗം പറയുന്നുണ്ട്.
ഒന്ന് വെർബ്സ് ഓഫ് സെൻസസ്, സെൻസുകളുമായി ബന്ധപ്പെട്ടത്, പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട്. ഏതൊക്കെയാണ്? സീ, ഹിയർ, സ്മെല്ല്, ടേസ്റ്റ്, നോട്ടീസ്. നോട്ടീസ് ശ്രദ്ധിക്കുക. ഈ വെർബുകളെല്ലാം നമ്മൾ സിമ്പിൾ പ്രസന്റിൽ ഉപയോഗിക്കണം, കണ്ടിന്യൂസിൽ ഉപയോഗിക്കരുത്. എക്സാമ്പിൾ, ഹി ഹിയേഴ്സ് എ ലൗഡ് സൗണ്ട്, ഒരു ഉച്ചത്തിലുള്ള ശബ്ദം അവൻ കേൾക്കുന്നു. ദിസ് കപ്പ് സിറപ്പ്, ഈ കപ്പ് സിറപ്പ് ടേസ്റ്റ് ബിറ്റർ, ഈ കപ്പ് സിറപ്പ് ടേസ്റ്റ് ബിറ്റർ. ഇവിടെ ഒരിക്കലും ഈസ് ടേസ്റ്റിംഗ് അല്ല, ഇനി അത് എപ്പോഴാ പറയാന്ന് ഞാൻ പറഞ്ഞുതരാം. ടേസ്റ്റ് ബിറ്റർ. അതുപോലെ തന്നെ പിന്നെ നെക്സ്റ്റ് രണ്ടാമത്തേത് വേർബ്സ് ഓഫ് തിങ്കിങ്, ചിന്തയുമായി, ചിന്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന വെർബുകൾ. ഏതൊക്കെയാ? തിങ്ക്, ഇമാജിൻ, ഗസ്, നോ. അണ്ടർസ്റ്റാൻഡ്, ബിലീവ്, റിമെമ്പർ, ഫോർഗെറ്റ്, മീൻ, ട്രസ്റ്റ്, ഡിഫർ, എഗ്രി, ഫീൽ, ഡിസപ്രൂവ്, റിഗാർഡ്. ഈ വെർബുകളെല്ലാം സിമ്പിൾ പ്രസന്റിൽ ഉപയോഗിക്കണം. പ്രസന്റ് കണ്ടിന്യൂസിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ടെൻസുകളിൽ ഉപയോഗിക്കരുത്. എക്സാമ്പിൾ, ഐ തിങ്ക് യു ആർ മിസ്റ്റേക്കൺ. ഐ തിങ്ക്, ഞാൻ ചിന്തിക്കുന്നു. ഒരിക്കലും ഐ ആം തിങ്കിങ് ശരിയല്ലത്. ഐ തിങ്ക് യു ആർ മിസ്റ്റേക്കൺ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. യു ആർ മിസ്റ്റേക്കൺ എന്ന് ഞാൻ കരുതുന്നു. മൂന്നാമത്തേത് വേർബ്സ് ഓഫ് ഫീലിംഗ്. അടുത്ത എന്താണ്? വേർബ്സ് ഓഫ് ഫീലിംഗ്. അതായത് ലൈക്സ്, ഡിസ്ലൈക്ക്, ഇഷ്ടവും അനിഷ്ടങ്ങളും. ഏതൊക്കെയാ അത്തരം വെർബുകള്? വാണ്ട്, ഡിസയർ, വിഷ്, ലൈക്ക്, ലവ്, ഡിസ്ലൈക്ക്, നീഡ്, പ്രിഫർ, ഹേറ്റ്, വിഷ്. ഇതെല്ലാം സിമ്പിൾ പ്രസന്റിൽ ഉപയോഗിക്കണം. എക്സാമ്പിൾ, ഹി നീഡ്സ് സം കോഫി. ഒരിക്കലും ing രൂപത്തിൽ ഉപയോഗിക്കരുത്. ഹി ഡസിന്റ് ലൈക്ക് ഹെർ. ഹി ഡസിന്റ് ലൈക്ക്, ലൈക്കിങ് ഉപയോഗമില്ല. ഡസിന്റ് ലൈക്ക്. അടുത്തത് വെർബ്സ് ഓഫ് പൊസഷൻ, പൊസഷനെ കാണിക്കുന്ന പദങ്ങൾ. ഉടമസ്ഥത, ആരുടേത്? ഉടമസ്ഥത. ഹാവ്, പൊസസ്, ഓൺ, belong to, etc. He owns a car. അവനൊരു കാർ ഉണ്ട്. This house belongs to him. ഈ വീട് അവൻ്റേതാണ്. ഈസ് ബിലോങ്ങിങ് അല്ല, belongs to you. കാരണം എന്താ? പൊസഷനെ കാണിക്കുന്ന വെർബാണ്. അടുത്തത് വെർബ്സ് ഓഫ് അപ്പിയറിംഗ്, അപ്പിയറിംഗുമായി ബന്ധപ്പെട്ട വെർബുകൾ. അപ്പിയറിംഗുമായി ബന്ധപ്പെട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു, ഒരാള്, ഒരു വസ്തു എന്തായിക്കോട്ടെ. നമ്മൾ ഉപയോഗിക്കുന്ന വെർബുകൾ ഏതൊക്കെയാ? അപ്പിയർ, ലുക്ക്, സീം, റിസംബിൾ. നോക്കൂ, ഹി റിസംബിൾസ് ഹിസ് ഫാദർ. അവൻ അവന്റെ അച്ഛനെ പോലുണ്ട്. റിസംബിൾ, സാമ്യത. ദിസ് കിഡ് ലുക്സ് സിക്ക്. ഈ കുട്ടിയെ കണ്ടാൽ രോഗിയെ പോലുണ്ട്. ദിസ് കിഡ് ലുക്സ്, ഈ കുട്ടിയെ കണ്ടാൽ തോന്നുന്നു, അല്ലേ? കുട്ടിയുടെ അപ്പിയർ, കുട്ടിയെ കണ്ടാൽ എങ്ങനുണ്ട്. ഈസ് ലുക്കിംഗ് അല്ല, അവിടെ കുട്ടിയുടെ അപ്പിയറൻസ് ആണ് പറയുന്നത്. കുട്ടിയെ കണ്ടാൽ തന്നെ എന്ത് അപ്പിയറൻസ് ഉണ്ട്? ഒരു രോഗിയെ പോലുണ്ട്. ഇനി നോക്കൂ, certain verbs such as lack of, deserve, depend, concern, consists of, contain, matter, include, involve, signify, mind, cost, etc. are also not used in the continuous tense. ഈ പറഞ്ഞ വെർബുകളും കണ്ടിന്യൂസ് ടെൻസുകളിൽ ഉപയോഗിക്കുന്നില്ല. എക്സാമ്പിൾ, this box contains gift for children. This box contains, this box is containing എന്ന് പറയില്ല.
ദിസ് ബോക്സ് കണ്ടെയ്ൻസ് ഗിഫ്റ്റ്സ് ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്കുള്ള സമ്മാനങ്ങളാണ് ഈ പെട്ടിയിൽ ഉള്ളത്. യുവർ സക്സസ് ഡിപ്പെൻഡ്സ്. അടുത്ത വേർഡാണ് ഏത്? ഡിപ്പെൻഡ്. യുവർ സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ എബിലിറ്റി ടു വർക്ക് ഹാർഡ്. യുവർ സക്സസ് ഈസ് ഡിപ്പെൻഡിങ് എന്ന് പറയില്ല. യുവർ സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ, നിങ്ങളുടെ വിജയം നിങ്ങളുടെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള എബിലിറ്റിയെ ആശ്രയിച്ചാണ്. ഇനി the verbs which are not used in the present continuous tense are not used in the present perfect continuous too. അതായത് പ്രസന്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വെർബുകളെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ ഇൻ സം എക്സെപ്ഷണൽ കേസസ്, എന്തിനുണ്ടാവും എന്ത്? എക്സെപ്ഷണൽ കേസ്, ചില ഒഴിവുകൾ. certain above mentioned verbs can be used in the continuous form. എന്നാൽ ചില എക്സെപ്ഷണൽ കേസുകളിൽ മുകളിൽ പറഞ്ഞ ചില വെർബുകൾ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിൽ 7 ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തേത് എക്സെപ്റ്റ് എന്നുള്ളത്, ഒഴികെ എന്ന അർത്ഥത്തിൽ വരുന്ന എക്സെപ്റ്റ്. എക്സെപ്റ്റ് തന്നെ. വി ആർ, നോക്കുക, ഒന്നാമത്തേത് എക്സെപ്റ്റ് അല്ല, എക്സ്പെക്റ്റ് ആണ് കേട്ടോ. എക്സ്പെക്റ്റ് നമുക്കിവിടെ തന്നതിൽ സ്പെല്ലിംഗ് മാറിയതാണ്. എക്സ്പെക്റ്റ് പ്രതീക്ഷിക്കുക, എക്സ്പെക്ട് ചെയ്യുക കേട്ടോ. ഇവിടെ എക്സെപ്റ്റ് എന്നാ തന്നിക്കുന്നത്, കറക്റ്റ് ചെയ്താൽ മതി. നോക്കൂ, എക്സ്പെക്റ്റ്. വി ആർ എക്സ്പെക്ടിങ് സം ഗുഡ് ന്യൂസ്. നമ്മൾ നല്ല ചില വാർത്തകൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇവിടുത്തെ എക്സ്പെക്റ്റിന്റെ മീനിങ് വെയിറ്റ് എന്നുള്ളതാണ്. നമ്മൾ വി ആർ വെയിറ്റിംഗ് ഫോർ എന്നാണ് എന്തിന്റെ മീനിങ്? എക്സ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കാത്തിരിക്കുന്നു എന്ന അർത്ഥത്തിൽ. 2 ടേസ്റ്റ്, വായ കൊണ്ട് ടേസ്റ്റ് ചെയ്യാം. ദ ഷെഫ് ഈസ് ടേസ്റ്റിംഗ് ദ കെബാബ് ടു സീ ഇഫ് ഇറ്റ് ഈസ് കുക്ക്ഡ് വെൽ. അതായത് നന്നായി വെന്തോന്ന് അറിയുന്നതിന് വേണ്ടി ഷെഫ് കെബാബ് എന്ത് ചെയ്തു? ദ ഷെഫ് ഈസ് ടേസ്റ്റിംഗ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ജസ്റ്റ് രുചിച്ച് ടേസ്റ്റ് അറിയലല്ല, ചവച്ച് നോക്കിയിട്ട്, ചവച്ചിട്ട്, അതാണ് കേട്ടോ. ടു അസേർട്ടൻ ദ ടേസ്റ്റ് ഓഫ് സംതിങ്, അതായത് ചവച്ച് നോക്കിയിട്ട്, അതായത് ചവച്ചരച്ചിട്ട് അതിൻ്റെ രുചി എങ്ങനെയുണ്ട് എന്ന് നോക്കുക. മൂന്നാമത്തേത് സി എന്നുള്ളതാണ്. സി കാണുക എന്നുള്ളത്. ഐ ആം സീയിങ് മൈ ലോയർ ടുമാറോ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരാളെ പോയി കാണുക എന്നുള്ളതാണ്. അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ട് പോയി കാണുക, ആ ഒരു ആക്ഷനാണ്. ഐ ആം സീയിങ് മൈ ലോയർ ടുമാറോ എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ എൻ്റെ ലോയറെ കാണാൻ വേണ്ടി പോയി കാണുന്നു. ആ പോയി കാണുക എന്നുള്ളതാണ്. നാലാമത്തേത് ഹിയർ, കേൾക്കുക എന്നുള്ളത്. ദ കോർട്ട് ഈസ് ഹിയറിംഗ് ദ കേസ് നെക്സ്റ്റ് വീക്ക്. കോടതി അടുത്ത ആഴ്ച ആ കേസ് കേൾക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ലിസൺ ഫോർമലി ടു എന്ന, അതായത് കോടതി കൂടിയിട്ട് ഔപചാരികമായിട്ട് കേൾക്കുന്ന ആ ഒരു പ്രക്രിയ, അത്തരത്തിലുള്ള കേൾക്കൽ. പിന്നെ തിങ്ക്, ഇവിടെ വെറുതെ ഇരുന്ന് ചിന്തിക്കലല്ല. ഐ ആം തിങ്കിങ് അബൌട്ട് സ്റ്റാർട്ടിങ് എ ന്യൂ ബിസിനസ്. ഞാൻ ഒരു ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇരുന്ന് ചിന്തിക്കലല്ല, ഇവിടെ ടു കൺസിഡർ, അതായത് പരിഗണന. ഞാനത് തീരുമാനിച്ചു എന്ന അർത്ഥത്തിലാണ്. പരിഗണിച്ചു, പരിഗണിക്കുന്നു. ഇനി ഫീല്. ഐ ആം ഫീലിംഗ് വെരി എനർജറ്റിക് ടുഡേ. ഐ ആം ഫീലിംഗ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സജസ്റ്റീവ് ഓഫ് മെന്റൽ കണ്ടീഷൻ, ആ ഒരു മാനസിക അവസ്ഥ, മാനസികമായിട്ട് വളരെ ഒരു ഉന്മേഷമുണ്ട് എന്നുള്ളതാണ്. അടുത്തത് സ്മെല്ല്. ഷീ ഈസ് സ്മെല്ലിംഗ് ദ ഫ്ലവർ.
അവള് പൂ മണക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ആക്ടിവിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസീവ് ദ സെന്റ്, ആ ഒരു മണം അവൾ അനുഭവിച്ചറിയുന്നു. ഇനി പ്രസന്റ് കണ്ടിന്യൂസിനെ കാണിക്കുന്ന ടൈം വേർഡ്സ് ഏതൊക്കെയാ? അപ്പൊ ഈ ടൈം വേർഡുകൾ ആ സെന്റൻസിൽ ഉണ്ടെങ്കിൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്നുള്ള ഒരു ക്ലൂ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഏതൊക്കെയാ? നൗ എന്നുള്ളത്, റൈറ്റ് നൗ, സ്റ്റില്, ടുഡേ, അറ്റ് പ്രസന്റ് ആൻഡ് അറ്റ് ദിസ് മൊമെന്റ്. ഈ ടൈം വേർഡുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് ഊഹിക്കാം. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? എഡിറ്റ് ചെയ്യുകയോ മറ്റോ കറക്റ്റ് വെർബ് ഫോം കൊണ്ട് ഫില്ല് ചെയ്യുക. ഇത്തരം കാര്യങ്ങളിൽ ടൈം വേർഡ്സ് കറക്റ്റ് ആൻസറിലേക്ക്, ചോയ്സിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കും. അപ്പൊ ഇതോടുകൂടി പ്രസന്റ് കണ്ടിന്യൂസ് കംപ്ലീറ്റ് ആയി. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ ആളുകളും വീഡിയോ കംപ്ലീറ്റ് ആയി കണ്ട ശേഷം ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.